Hey guys, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് ഫൈബർ ഗുഡ് ബേബി അപ്ഡേറ്റ്സിലേക്ക്. ഇന്നലത്തെ എപ്പിസോഡ് കീറി ചുമ്മാ വേറെ ലെവൽ. എനിക്ക് ഇത്രയും നാളത്തെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇന്നലത്തെ എപ്പിസോഡ് തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് ലാലേട്ടൻ്റെ ഒരു സീക്വൻസിൽ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ മറ്റേ ലൈൻകട്ട് ഓർമ്മ വന്നു. സോ നാണുണ്ടോ എന്നാണ് അനുവിനോട് ചോദിച്ചത്. അത് ഏറ്റവും വലിയൊരു ഇൻസൾട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു പൊസിഷനിൽ നിൽക്കുന്ന, അത്രയും ഒരു ലെജൻഡറി മാനറുള്ള നമ്മുടെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ചോദ്യം കേട്ടിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും, ജിഷിനൊക്കെ നല്ല രീതിയിൽ പൊട്ടി. മസ്താനിക്ക് ഞാൻ പറയാലോ, മസ്താനിക്ക് ലാലേട്ടനെ പോലും ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു രീതിയിലും റെസ്പെക്റ്റ് ഇല്ല. അതേപോലെ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പം നമുക്ക് അനുവിൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. 5-6 മണിക്കൂർ വീഡിയോ നോക്കി കണ്ടിട്ടില്ല, ലാലേട്ടൻ കണ്ടിട്ടില്ല. അപ്പം വി ഹാവ് ടു ബിലീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും ബിബി ഇവർക്കൊക്കെ ഇപ്പോൾ അതിലനോറ ഉമ്മാച്ച ഇത് സീൻ അവർ കാണിച്ചതാണ്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എയർ ചെയ്യും. കാരണം അവർക്ക് TRP കൂടാനായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരത് ഹൈഡ് ചെയ്ത് ഗിസൈലിൻ്റെയും ആര്യൻ്റെയും ലൈഫ് സേവ് ആക്കാനൊന്നും അവർ നോക്കത്തില്ല. കാരണം അവർക്കെല്ലാം കണ്ടന്റ് തന്നെയാണ്, അവരത് ചെയ്യും. അപ്പം ഇതിനകത്ത് എങ്ങനെ നോക്കിയിട്ടും ഈ സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ നല്ല രീതി അത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചത് സത്യം പറഞ്ഞാൽ വൃത്തികെട്ട ഒരു ആക്ടാണ്. ഞാനത് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഇവരെന്ത് വൃത്തികേടാണ് ഈ കാണിക്കണേന്നുള്ളത്. സോ പക്ഷേ ഇവിടെ ഞാൻ ചില വീഡിയോസിൽ ചിലർ പറഞ്ഞു കണ്ടു, അവർ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ കല്ലുപോലെയാണ് അനു നിൽക്കുന്നത്. ഞാൻ കണ്ടു ലാലേട്ടൻ അവിടെ സംസാരിക്കുമ്പോഴും ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ആദ്യമൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് കണ്ടു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഉമ്മ വച്ചു എന്നുള്ളൊരു പ്രയോഗം അവിടെ പറഞ്ഞത്. പക്ഷെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഞങ്ങളെല്ലാവരും കണ്ടതാണ്, അപ്പോൾ ഞങ്ങൾ നുണ പറയുന്നതാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചപ്പം അതിന് സത്യം പറഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് അപ്പാനി ഉപദേശിച്ചപ്പോഴും അതിന് ഭയങ്കര വൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. അപ്പം ആര്യനും അതേപോലെ തന്നെ ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്തൊരു സംഭവമുണ്ട്. ചപ്പാത്തിയുടെ കേസിൽ അനു റിയാക്ട് ചെയ്തതും ഈ ഒരു കേസിൽ ജിസേൽ റിയാക്ട് ചെയ്തതും. ദാറ്റ് മീൻസ് ക്യാരക്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചത്. പക്ഷെ അനു കല്ലുപോലെ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, അവൾ പറഞ്ഞതിൽ ഉറച്ചു നിന്നു, അതാണ് പെണ്ണെന്ന്. അതാണോ പെണ്ണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അങ്ങനെ ഇവിടെ സംഭവിച്ചത് ഒരു പക്ഷേ അനുവിന്റെ ആ ഒരു തോന്നലിൽ തന്നെ അനു ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മാറ്റി പറഞ്ഞാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഇവരെന്തായാലും ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാം. രണ്ട് വശങ്ങളുണ്ട്. ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വലിയ രീതിയിലുള്ള പസിൽ തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ അവൾ ഉറച്ചു നിൽക്കുന്നു, അവൾ അതാണ് പെണ്ണെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ക്രിയേറ്റേഴ്സും അതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ക്യാമറാസിന്റെ ആൾക്കാരും എല്ലാം പ്രോഗ്രാം ആൾക്കാർ പറയുമ്പോൾ ഇപ്പുറത്ത് ഇവള് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ധൈര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് തെറ്റുപറ്റിപ്പോയി, അതല്ലെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള മനസ്സില്ലാത്തൊരവസ്ഥ. അതല്ലെങ്കിൽ ഇപ്പം മാപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മാറ്റി പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നു വിചാരിച്ചിട്ട് ഉറപ്പിച്ച ആ ഒരു തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. സോ അതല്ല ഒരു പെണ്ണെന്ന് പറയുന്നത്. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയില്ല ലാലേട്ടാ എന്ന് പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസ് ഫ്രം ദ പ്രേക്ഷകർ ഉണ്ടാവും തോന്നുന്നു. എന്തായാലും ഈ ഓണത്തിന്റെ പരിപാടിക്ക് അനുവിനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു വൈക്ലഭ്യം കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വന്ന് വലിച്ചു കയറിയപ്പോൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ അനു ഇപ്പോഴും അതിന് തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതാണ് അനുവിന്റെ ക്യാരക്ടർ.